നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപ കൈകളിൽ സ്വീകരിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. അവർക്ക് വേണ്ടി ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വരികയാണ്. അതായത് നമുക്ക് ഈ സഹകരണ സംഘങ്ങളിൽ നിന്നും എത്തുന്ന തുക അത് ജീവനക്കാർ കൈമാറുന്ന സമയത്ത് അവർക്ക് നമ്മൾ എന്തെങ്കിലും ഫീസ് കൊടുക്കേണ്ടതുണ്ടോ, അവർക്ക് എന്തെങ്കിലും തുക നമ്മളുടെ പെൻഷൻ തുകയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഒരു വ്യക്തത ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയുകയാണ്. ഇവർക്കുള്ള ഇൻസെൻറ്റീവ് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് ലഭിക്കുന്ന തുകയിൽ നിന്നോ അല്ലെങ്കിൽ ഏജൻറ്റ് തുക കൈമാറി കഴിയുമ്പോൾ അതിൽ നിന്നൊരു വിഹിതമോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ഒരു നിശ്ചിത തുക ഇതിനു വേണ്ടി പ്രതിഫലമായിട്ടൊന്നും നൽകേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായിട്ടൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകേണ്ടതില്ല എന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും ഇൻസെൻറ്റീവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു വ്യക്തത ഈ സമയത്ത് വരുത്തുന്നുണ്ട്. ചില മേഖലകളിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ ഏജൻറ്റുമാർ ചിലപ്പോൾ പണം വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടാവാം ഇത്തരത്തിലൊരു ഉത്തരവ് ഈ സമയത്ത് വരുന്നതിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരെല്ലാം ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നമ്മളുടെ കൈകളിലേക്ക് തുക കൈമാറും. അതിനുശേഷം നമ്മൾ ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നും ഇതിനു വേണ്ടി കൊടുക്കേണ്ടതില്ല. സൗജന്യമായിട്ട് തന്നെയാണ് ഇവിടെ വിതരണം നടക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് 5 ലക്ഷം രൂപ വരെയുള്ള സഹായമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കാണ്, കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം ഇവിടെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ഇത് നമ്മളുടെ ജില്ലാ ആശുപത്രികൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലുമെല്ലാം ഇതിൻ്റെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ തന്നെ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സ്കീം നമ്മളുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതിൻ്റെ തീയതികൾ നിശ്ചിത മാസങ്ങൾ തോറും അത് ദീർഘിപ്പിക്കുന്നുണ്ട്. അത് നമ്മളുടെ കാരുണ്യ സുരക്ഷാ പദ്ധതിയുണ്ട്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൊന്നും അംഗങ്ങളല്ലാത്ത APL BPL റേഷൻ കാർഡ് അംഗങ്ങൾക്ക് അതും നമുക്ക് ലഭിക്കുന്നത് നിബന്ധനകൾക്ക് വിധേയമായിട്ട് 2 ലക്ഷം രൂപ വരെയൊക്കെയാണ്. ഇത് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന പ്രത്യേക സഹായമാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സ്കീം ഇപ്പോഴും നിലവിലുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് സർക്കാർ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേമനിധി ബോർഡിൽ നിന്നും പ്രധാന അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. 2020 മുൻപ് ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതുക്കൽ നടത്തേണ്ടതുണ്ട്. ആധാർ, ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ജില്ലാ ഓഫീസുകളിൽ ഇത് സമർപ്പിച്ചാൽ മതിയാകും. രേഖകൾ കൃത്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 2020 ശേഷം അപേക്ഷകൾ വെച്ചവരാണ് എങ്കിൽ അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവരുണ്ടാകും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, ചികിത്സാ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവാഹ ആനുകൂല്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സഹായങ്ങൾക്ക് അപേക്ഷ വെച്ചവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് പുതുക്കേണ്ട ആവശ്യമില്ല. അതായത് ആധാർ കോപ്പി, ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള രേഖകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവരെല്ലാം ഈ രേഖകൾ സമർപ്പിക്കണമെന്നാണ് ക്ഷേമനിധി ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത്. ജില്ലാ ഓഫീസുകളിൽ രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും. ഇനി അതോടൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തവർ അത്തരം രേഖകൾ, അതോടൊപ്പം തന്നെ SSLC ബുക്കിൻ്റെ പകർപ്പോ അത് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പാസ്ബുക്കിൽ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പതിക്കണമെന്നുള്ള നിർദ്ദേശവും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.